ഷെഫ് രഞ്ജൂസ് കിച്ചൻ. ഇന്ന് നമ്മളെ പുതിയൊരു വെറൈറ്റി ഡിഷുമായാണ് വന്നിരിക്കുന്നത്. ഫിഷ് ചെറുള്ളി ഫ്രൈ. ഇതാണ് നമ്മുടെ മീൻ ചെറുള്ളി ഫ്രൈ. ഇത് എങ്ങനെ ഉണ്ടാക്കുന്നത് നമുക്ക് നോക്കാം. ആദ്യമേ നമുക്ക് എന്തൊക്കെ ഇൻഗ്രീഡിയൻസ് വേണമെന്ന് നോക്കാം. നമുക്കിത് ഏത് മീൻ വെച്ചും ഉണ്ടാക്കാം. നമ്മൾ ഇന്ന് ചെയ്യുന്നത് റോഹു മീനയിലാണിത്. കുരുമുളക്, കാശ്മീരി ചില്ലി പൗഡർ, മഞ്ഞൾപ്പൊടി, ഉപ്പ്, കറിവേപ്പില, 1/4 തേങ്ങ ചോപ്പ് ചെയ്തത്, 200 ഗ്രാം ചെറുള്ളി അരിഞ്ഞത്, ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, 200 ഗ്രാം വെളിച്ചെണ്ണ, പകുതി തേങ്ങാമുറിയുടെ പാല്, കുടംപുള്ളി 2 അല്ലി, വിനാഗിരി. ആദ്യമേ നമുക്ക് പാൻ ചൂടായതിന് ശേഷം ഓയിൽ ഒഴിക്കുക. അതിലേക്ക് കുറച്ച് ചെറുള്ളി ഇടുക, കുറച്ച് കരിയാപ്പില ഇടുക, എന്നിട്ട് നന്നായി സോട്ട് ചെയ്യുക. ഇപ്പം നമ്മൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത് മീൻ ചെറുള്ളി ഫ്രൈക്കുള്ള ഗ്രേവിയാണ്. നമുക്കിനി ഇതിലേക്ക് 2 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ആവശ്യത്തിന് ഉപ്പ് എന്നിവ നമുക്ക് ചേർക്കാം. ഗ്രേവിക്ക് ആവശ്യത്തിനായുള്ള വെള്ളം ചേർക്കാം. ഇനി നമുക്കിതിലേക്ക് 2 അല്ലി കുടംപുളിയും കൂടി ആഡ് ചെയ്യാം. ഇനി നമുക്ക് തിളയ്ക്കാൻ വേണ്ടി ഒരു 7 മിനിറ്റ് വയ്ക്കാം. ഇപ്പോൾ നമ്മുടെ ഗ്രേവി റെഡി ആയിട്ടുണ്ട്. ബൗളിലേക്ക് മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് ഫ്രൈ ചെയ്യാനുള്ള മീനിൻ്റെ 2 വശവും വരഞ്ഞു വിടാം. ഇനി നമുക്ക് ഫ്രൈ ചെയ്യാനുള്ള മസാല റെഡിയാക്കാം. ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1.5 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ, 1/4 ടീസ്പൂൺ കുരുമുളക് പൊടി. ഇനി ആവശ്യത്തിന് ഉപ്പ്, വെള്ളമൊഴിച്ച് നമുക്ക് മിക്സ് ചെയ്യാം. ഇനി നമുക്ക് ഈ മസാല മീനിലേക്ക് നന്നായി തേച്ച് പിടിപ്പിക്കാം. മസാല തേച്ചതിന് ശേഷം നമുക്കിനി മീൻ നന്നായി ഫ്രൈ ചെയ്തെടുക്കാം. ചൂടായ പാനിലേക്ക് ആദ്യമേ നമുക്ക് എണ്ണ ഒഴിക്കാം. അതിനുശേഷം നമുക്ക് മീനിടാം. മൂന്ന് മിനിറ്റ് കഴിഞ്ഞപ്പോൾ മീനൊന്ന് തിരിച്ചിട്ടിട്ടുണ്ട്. ഒരു 6 മിനിറ്റ് ആയി കഴിയുമ്പോൾ മീനെടുത്ത് നമുക്ക് മാറ്റി വയ്ക്കാം. ഇപ്പോൾ നമ്മുടെ മീൻ 2 വശവും നന്നായി ഫ്രൈ ആയിട്ടുണ്ട്. ഇനി നമുക്ക് ചെറുള്ളി മസാലയ്ക്ക് വേണ്ടി ചെറുള്ളിയിലേക്ക് തേങ്ങ ആഡ് ചെയ്യാം. രണ്ട് തണ്ട് കറിവേപ്പില, 1/2 ടീസ്പൂൺ കാശ്മീരി ചില്ലി, ആവശ്യത്തിന് ഉപ്പ്, 20 മില്ലി വിനാഗിരി,
ഇനി നമുക്കിത് നന്നായി മിക്സ് ചെയ്യാം. പാൻ ചൂടായതിന് ശേഷം നമുക്കിനി ഓയിൽ ഒഴിക്കാം. ഇനി നമുക്കിതിലേക്ക് മിക്സ് ചെയ്ത് ചെറുള്ളി മസാല ആഡ് ചെയ്യാം. ഇത് നമുക്ക് ജസ്റ്റ് ഒന്ന് സോട്ട് ചെയ്യാം. ഇനി നമുക്ക് ഫ്രൈ ചെയ്ത് വെച്ചേക്കണ മീൻ ഇതിലേക്ക് ആഡ് ചെയ്യാം. ഇനി നമുക്ക് മീനിലേക്ക് നേരത്തെ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ഗ്രേവി ഒഴിച്ചു കൊടുക്കാം. ഇനി മീനിൻ്റെ മുകളിലേക്ക് തേങ്ങാപ്പാലും കൂടി ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്കൊന്ന് മസാല കൊണ്ട് മീനൊന്ന് കവർ ചെയ്ത് വെക്കാം. മീൻ ചെറുള്ളി ഫ്രൈ ഇപ്പോൾ റെഡി ആയിട്ടുണ്ട്. നമുക്ക് ഡിഷിലേക്ക് മാറ്റാം. ഇന്ന് നമ്മളുണ്ടാക്കിയ മീൻ ചെറുള്ളി ഫ്രൈ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.